യൂട്യൂബിലേക്കുള്ള ജേണി എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് ഒരിക്കലും അന്നൊന്നും എനിക്ക് പൈസ കിട്ടുന്നൊന്നും അറിയൂല. അപ്പൊ ഈ ടിക്ടോക്ക് പോയി എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇത്രയും ആള് പെട്ടെന്ന് അത്ര ദിവസം അതിൽ നിന്നിട്ട് പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് എല്ലാവരും അപ്പൊ അന്നത്തെ ടൈമിൽ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോ ഞങ്ങളെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോട്ട് വന്നാൽ മതി. അതേമാതിരി എടുത്തിട്ട് അപ്പോഴും പൈസ കിട്ടുന്നോ അതൊന്നൊരു വരുമാനം കിട്ടുന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബർ പെട്ടെന്ന് യൂട്യൂബിലോട്ട് പോവുകയും ചെയ്തു, ടിക്ടോക്ക് പോവുകയും ചെയ്തു. ടിക്ടോക്ക് പോയതാണ് ലൈഫ് മാറ്റിമറിച്ചത്. ആക്ച്വലി അത് കുറെ പേർക്ക് ദുഃഖമുണ്ടാക്കിയെങ്കിലും ഇവിടെ ഗുണം ഉണ്ടാക്കി എന്നുള്ളതാണ് അല്ലേ. ലൈഫ് മൊത്തം കുടുംബം മൊത്തം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതെ. അപ്പൊ ഇപ്പൊ ഉമ്മയുടെ അടുത്ത് ചോദിക്കാനല്ലേ, ഇപ്പൊ പറഞ്ഞു 27 വയസ്സായിട്ടുള്ളൂന്ന്. ഇപ്പൊ മകൻ ഇത്രയും അധികം റെസ്പോൺസിബിലിറ്റി, കാരണം ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പിള്ളേർ റെസ്പോൺസിബിൾ അല്ലാതെ പെരുമാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മുടെ ചേട്ടൻ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റിയിൽ പെരുമാറുന്നു, ഇപ്പൊ വീട് വെക്കാൻ തുടങ്ങുന്നു. എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്? എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് സന്തോഷത്തോടെ ചിരിച്ചോണ്ടിരിക്കാം. അത് ഞാൻ ക്യാമറ പിടിച്ചാൽ മാത്രമേ വർത്താനം പറയുള്ളൂ. അത് പറ്റൂലട്ടാ, ഇവിടെ സംസാരിക്കണം. അത് ഞാൻ പണ്ടൊക്കെ നമ്മള് യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോ ഇതിൽ എന്താണ് പറയുന്നത്, യൂട്യൂബിൽ ആളുകൾ കാണുമോ പ്രേക്ഷകർ കാണുന്നൊന്നും ഉമ്മാക്ക് അറിയില്ല. ഇവിടെ എന്താ ചിലപ്പോ നമ്മള് കുറെ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യല്ലോ, അത് ഫുൾ ഇടാൻ കഴിയൂല. കാരണം വീട്ടിൽ പറയുന്ന അതേ ആളുകൾ കാണും, എന്താ പറയാന്നൊന്നും ഉമ്മാക്ക് അറിയില്ല. ഇപ്പൊ എല്ലാം അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ചമ്മലുള്ളത്. അത് പറ്റൂല. പറയും എങ്ങനെ, എന്താ തോന്നുന്നത് മകനെ പറ്റിയിട്ട്? അതന്നെ, മകനെ പറ്റിയിട്ട് നമുക്ക് നല്ല തന്നെയാണ്. എന്ത് നല്ലത് എല്ലാം ചെയ്യുന്നുണ്ട്. തലക്ക് വെച്ച ഉന്തിക്കോന്നു പറഞ്ഞേക്ക് ഇങ്ങോട്ട് വലിച്ചോ. അതെ, അതിപ്പോ എന്തായാലും വാപ്പില്ലെങ്കിലും ഇവര് ചെയ്യണ്ടേ. വാപ്പ ഉണ്ട് അവിടെ കിടക്കുന്നുണ്ട്, വെയ്യാണ്ട് കിടക്കുന്നുണ്ട്. അതെ, നമ്മൾ അറിഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. ഇപ്പോ നമ്മള് കമ്മിങ് ബാക്ക് ടു ഇവിടെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ, സിനു വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ലൈഫിന്റെ ഒരു മാറ്റം, ചേഞ്ച് ഒക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ ഒരുപോലെ തന്നെ. അന്നൊന്നും അല്ല, സിനു വന്നതിന് ശേഷം സിനു വന്നിട്ടൊരു മാറ്റമൊന്നും അവനിക്കില്ല. അല്ല, ആദ്യം മുതലേ കുടുംബത്തിന്റെ കാഴ്ച, അതായത് പ്രാരാബ്ദങ്ങളൊക്കെ വെച്ചിട്ട് ജീവിക്കുക എങ്ങനെയാന്നുള്ളത് ഞാൻ പഠിച്ചായിരുന്നു. മറ്റേത് ചിലപ്പോ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നാട്ടുവർത്താനം പറയല്ലോ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നേരാവൊന്നും അറിയില്ല. ഞാൻ മുമ്പേ നേരായിക്കണേ. അപ്പൊ ഓൾറെഡി വലിയ മാറ്റമൊന്നും വന്നില്ല. മാറ്റം വന്ന് ചിബിളിന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മെച്ചങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഉള്ളതാണ്. കാരണം വെച്ചടി ഓരോ കയറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? പറഞ്ഞു അവളിപ്പോ അതായത് നാളെ മറ്റന്നാ വീട്ടിൽ പോവാണ്. അതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ അതിന്റെ ഇതിലാണ്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നു ആസ് എ പാർട്ട്ണർ? എന്ത് പറയുന്നു? കട്ട പോവുകയാണെന്ന് പറഞ്ഞു. പറ. എന്താ പറയാ, പറയല്ലേ.